നിലമ്പൂരിലെ രാഷ്ട്രീയം ഓരോ ദിവസവും കുഴഞ്ഞു മറിഞ്ഞ് പോവുകയാണ്. കുറെ നാളുകളായി നമുക്കറിയാം പി.വി. അൻവർ വിഷയം വന്നതിന് ശേഷം നിലമ്പൂർ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ നിരവധി ചർച്ചയാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നഗരത്തിൽ തന്നെയാണ്. ഇതിപ്പോ നമ്മൾ നേരെ കാണുന്നത് ആര്യാടൻ ഷൌക്കത്തിന്റെ വീടാണ്. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. CPM സ്ഥാനാർത്ഥി നാളെ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഒരു വശത്ത് അദ്ദേഹം സ്ഥാനാർത്ഥി പര്യടനം അല്ലെങ്കിൽ പ്രചരണ പരിപാടികളെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗം നിറയുന്നത് പി.വി. അൻവറിന്റെ നിലപാടുകൾ തന്നെയാണ്. ഇന്നലെ ഒരുപക്ഷെ കെ.സി. വേണുഗോപാലുമായി ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് കെ.സി. വേണുഗോപാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാത്തത്. അതിനുള്ള കാരണം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് സംസ്ഥാന നേതൃത്വം ഇടപെട്ട ഒരു പ്രശ്നത്തിൽ നേരിട്ട് അതിനെ മറികടന്നുകൊണ്ട് കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡ് AIC ജനറൽ സെക്രട്ടറി ഇടപെടുന്നതോടുകൂടി സംസ്ഥാന നേതൃത്വത്തെ പരിഗണിക്കാത്ത അവരുടെ ആത്മവിരുദ്ധത്തെ കുറയുന്ന ഒരു നടപടിയായി അതിനെ പരിഗണിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അത്തരമൊരു കൂടിക്കാഴ്ച അദ്ദേഹം ഒഴിവാക്കിയത്. കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്താൻ പി.വി. അൻവർ കോഴിക്കോട് എത്തിയതാണ്. എന്നിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്താതെ പോയത് മാത്രമല്ല, കേരളത്തിൽ എല്ലാത്തിനും കഴിയുന്നൊരു നേതൃത്വം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ അതായത് സംസ്ഥാന നേതൃത്വത്തെ ആത്മവിരുദ്ധത്തെ നിലനിർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ചെയ്തത്. അതേസമയം ഈ പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായി കെ.സി. വിട്ടുമാറില്ല. കെ.സി. ഫോൺ വഴി സംസാരിച്ച് ആശയവിനിമയം നടത്തിക്കൊണ്ട് പി.വി. അൻവറുമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഇന്ന് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തീരുമാനിച്ചതുപോലെ ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നുള്ളതും അടുത്ത വർഷം നിയമസഭാ സീറ്റ് എന്നുള്ളതും ഉറപ്പ് നൽകും. കെ.സി. തന്നെ ഉറപ്പ് നൽകും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പരിഹരിക്കാം, പ്രശ്നമില്ല, അതുകൊണ്ട് തന്നെ UDF-നൊപ്പം നിലകൊള്ളൂ എന്നൊരു ഉറപ്പ് കെ.സിയിൽ നിന്ന് പി.വി. അൻവർ ലഭിക്കുമെന്നും പറയുന്നു. അതോടുകൂടി തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിൽ UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ കെ.സി. വേണുഗോപാലുള്ള കൂടിക്കാഴ്ച ഒഴിവായതിനു ശേഷം പി.വി. അൻവർ ഇതുവരെയും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലപാട് എന്താണെന്നുള്ള കാര്യം പരസ്യമായി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം കടുത്ത നിലപാടിലേക്ക് ഈ ഘട്ടത്തിൽ പോവില്ല. എന്തായാലും ഒരു കെ.സി. വേണുഗോപാലിന്റെ ഒരു ഫോൺ വിളി വഴിയുള്ള ഒരു നയതന്ത്രം കൂടി കാത്തിരിക്കുകയാണ് പി.വി. അൻവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ UDF നേതൃത്വവുമായി മറ്റ് കോൺഗ്രസ് ലീഗ് നേതാക്കളുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ പറയുന്ന കാര്യം ഇന്നത്തോടുകൂടി തന്നെ ഈ പ്രശ്നം പരിഹരിക്കും. അത് കെ.സി. വേണുഗോപാൽ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ പി.വി. അൻവറുമായി സംസാരിക്കുകയും ഒരേ സമയം തന്നെ പി.വി. അൻവറിനെ പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും നടക്കുക. ഇന്നത്തോടെ ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. കാരണം നാളെയോടുകൂടി CPM-ന്റെ സ്ഥാനാർത്ഥി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്കും ഇട നൽകാതെയുള്ള പ്രചാരണത്തിലേക്ക് മുന്നോട്ട് പോകണം. അതുവരെയുള്ള ഒരു സമയം മാത്രമാണ് ശരിക്കുമുള്ളത്. ആ സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്ന് ഒരു ഫോൺ സംഭാഷണം നടക്കുകയാണെങ്കിൽ അതിൽ പി.വി. അൻവർ വഴങ്ങുമോ, അതോടുകൂടി UDF സഹകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്ല, ഇപ്പോൾ ഇന്നലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പി.വി. അൻവറുമായി ബന്ധപ്പെട്ട അതായത് തൃണമൂലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ പി.വി. അൻവർ തുടരും എന്ന പേരിൽ പോസ്റ്ററുകളൊക്കെ ഇറക്കുകയും ചിലവലത്തും ബോർഡുകൾ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന രീതിയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നൊരു പ്രതീതിയിൽ ബോർഡുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. പോസ്റ്ററുകളൊക്കെ ഓൺലൈനായിട്ടെങ്കിലും അടിച്ചു തുടങ്ങി. അതായത് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന രീതിയിൽ തൃണമൂൽ നേതാക്കൾ പി.വി. അൻവറിന്റെ പോസ്റ്ററുകളുമായി ഒരു വശത്ത് രംഗത്തുണ്ട്. അതായത് ഒരു സമ്മർദ്ദതന്ത്രമാണ്. എന്നാൽ പോലും ആ തീരുമാനത്തിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഫോൺ നയതന്ത്രത്തിൽ പി.വി. അൻവർ വഴങ്ങുമോ അതോ മത്സരം എന്നുള്ള കാര്യത്തിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇന്നുള്ള രാവിലെയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കും. പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UDF പി.വി. അൻവർ ബന്ധത്തെക്കുറിച്ച് വളരെ നിർണായകമായിരിക്കും. എന്തായാലും ഇന്ന് ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അത്തരം ഒരു ഫോൺ വഴി ഉണ്ടാകുമെന്നാണ്